നോക്കി സുഹൃത്തുക്കളെ, ബാലേട്ടൻ വിളിച്ചതോട് കൂടിയിട്ട് ഇതാ മുകളിൽ നിന്നിട്ട് ഇത് ഓരോരുത്തരായിട്ട് ഇതാ ഇറങ്ങി വന്നു തുടങ്ങി. ബാലേട്ടൻ വിളിച്ചേക്കിതാ കുറെ ആളുകൾ ഓടി വന്നു. ഒരാൾ ഇതാ അവിടെ വന്നിട്ട് ബാലേട്ടനെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടിൽ പോയിട്ട് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരാളുണ്ട്. അതാണ് നമ്മളെ ബാലേട്ടൻ. നമസ്കാരം ബാലേട്ടാ. നമസ്കാരം. അപ്പോൾ ബാലേട്ടനെ നമ്മൾ വഴി വെച്ച് കണ്ടതാണ്. ബാലേട്ടാ തിരക്കിലാന്നറിയാം, ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബാലേട്ടൻ്റെ കയ്യിൽ ഒരു ബക്കറ്റിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? ഈ ബാലേട്ടൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഇതുപോലെ മൃഗങ്ങളെ ഊട്ടിയിട്ടാണ് അല്ലേ? എത്ര നേരം കൊടുക്കും ഇതുപോലെ ഭക്ഷണം? 2 നേരം. അപ്പോൾ ഞാൻ വരുന്ന വഴിക്കാണ് ബാലേട്ടനെ കാണുന്നത്. ഒരു വാഹനത്തുമേതാ നിങ്ങൾ ഈ കാണുന്നില്ല, ഇതിവിടെ എഴുതി വെച്ച പോലെ മരം ഒരു വരം എന്നൊക്കെ പറഞ്ഞ പോലെ എഴുതി വെച്ചിട്ട് വ്യത്യസ്തത തോന്നി. പിന്നെ ആ വണ്ടിയുടെ ബാക്കിൽ ഈ വണ്ടിയാണോ എപ്പോഴും ഉപയോഗിക്കാറ്? ഉണ്ട്. അപ്പോൾ ഇതുപോലെ പഴക്കം. അപ്പം ഞാൻ വെച്ച് വല്ല കല്യാണ വീട്ടിലേക്ക് അല്ലെങ്കിൽ സാധനങ്ങളുണ്ട്. പക്ഷേ വണ്ടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുറേ കൂട്ടിയിട്ട പോലെ ഒരു ഡ്രംബിളറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചതാണ് എന്താ സംഭവം എന്ന്. അപ്പോൾ എന്തോ ഒരു വ്യത്യസ്തത അതെനിക്ക് തോന്നിയതാണ്. അപ്പോൾ ആ തോന്നിയപ്പോഴാണ് നമ്മൾ ബാലേട്ടനൊന്ന് കൈയാട്ടി നിർത്തിയത്. അപ്പോൾ ആള് പറഞ്ഞു എന്തെന്ന്, മൃഗങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി പോവാന്ന് അല്ലേ? ഇത് എവിടുന്ന ശേഖരിക്കുന്നത്? ഇത് മാർക്കറ്റിൽ നിന്ന് അവർ തരുന്നതാണ്. പഴം പഴുത്ത് അധികമാവെന്ന് തോന്നി പറഞ്ഞാൽ അവർ വിളിച്ചു തരും. അപ്പോൾ പഴവും ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാവും അല്ലേ? പച്ചക്കറി ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും. ഫ്രൂട്ട്സ് കടയിൽ, ഹോൾസെയിൽ കടയിൽ മുന്തിരി, സപ്പോട്ട, പേരയ്ക്ക അതെല്ലാം തരും. ഇന്നിപ്പോൾ ഞായറാഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു, നാളെ ഗാലി വഴി കൊടുക്കണല്ലോ റൂം. അപ്പം അങ്ങനെ കിട്ടുന്നതാണ്. അപ്പം കൂടുതലും നല്ല പഴങ്ങളാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ കൊലൊക്കെ കാണുമ്പോൾ ഇതിൽ നിന്ന് ഒരു പഴം ഞാൻ എടുക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നല്ല പഴമാണ്, നാശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല പഴവും തരും ചിലവര് അല്ലേ? അപ്പോൾ നമ്മള് പഴവും പച്ചക്കറിയൊക്കെ ഉണ്ടാവും അല്ലേ? എല്ലാം ഉണ്ടാവും. ഇത് എത്ര നേരം നമ്മൾ ഇതുപോലെ കൊടുന്നു കൊടുക്കും? ഇത് 2 നേരം കൊടുക്കും, ചിലപ്പോൾ 1 നേരം കൊടുക്കും. അങ്ങനെ കിട്ടിയതിനനുസരിച്ച് കൊടുക്കും. എല്ലാ ദിവസവും ഉണ്ടോ? ദിവസമുണ്ട്. അപ്പോൾ ദിവസവും ഈ പരിപാടി ഇതുപോലെ നടന്നുകൊണ്ടിരിക്കും. 2 നേരം. അതായത് ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അത് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ സന്തോഷം. കാരണം എന്താ പറഞ്ഞാൽ ബാലേട്ടൻ ഇവിടെ വന്നിട്ട് ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടുകൊടുത്ത് ഇവിടെ ഒരൊറ്റ കുരങ്ങന്മാരുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം വിളിക്കുന്നുണ്ട് വെറ്റനെ. ഇവരെ വിളിക്കുമ്പോൾ ഇവരൊക്കെ എവിടുന്നാ ഓടി വരുന്നത് നമുക്ക് ആ വിഷല് കാണാം അല്ലേ? നമുക്കിത് ഇട്ടിട്ട് അവരെ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് കൊണ്ടുപോയിട്ടാലോ? ഞാനും കൂടട്ടെ? അപ്പൊ നടക്കട്ടെ, ഞാനും കൊടുക്കാം. ഈ പഴം എടുക്ക് കൊടുക്കാനുള്ളതാണല്ലേ? അങ്ങനെ. അപ്പോൾ നമുക്ക് ഇത് അവർക്ക് മൃഗങ്ങൾക്ക് കൊടുക്കാം. വാ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വിളിക്കണല്ലേ അവരെ? അപ്പൊ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇത് നോക്കി സുഹൃത്തുക്കളെ, ബാലേട്ടൻ വിളിച്ചതോട് കൂടിയിട്ട് ഇതാ മുകളിൽ നിന്നിട്ട് ഇത് ഓരോരുത്തരായിട്ട് ഇതാ ഇറങ്ങി വന്നു തുടങ്ങി. ബാലേട്ടൻ വിളിച്ചേക്കിതാ കുറെ ആളുകൾ ഓടി വന്നു. ഒരാള് ഇതാ അവിടെ വന്നിട്ട് ബാലേട്ടനെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ബാലേട്ടനെ നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ? എന്നും കാണുന്നുണ്ട്. വിളിച്ചാ വരുമോ? അപ്പൊ ബാലേട്ടൻ വിളിച്ചാ വരും അല്ലേ? അപ്പൊ എന്നും വന്നിട്ട് ഇതുപോലെ അവിടെ ഇട്ടിട്ട് വിളിക്കും. അതെ. അപ്പൊ ഇവരൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരും. വേറെ വണ്ടി കണ്ടാൽ മതി, വണ്ടിന്റെ സൗണ്ട് കേട്ടാൽ അവർക്ക് അറിയാം. വണ്ടി കണ്ടാൽ ഇറങ്ങി വരും അല്ലേ? അതാണ് ഒരാൾ ഇതാ നോക്കി സുഹൃത്തുക്കളെ, ബാലേട്ടന്റെ അടുത്ത് ഇതാ വന്ന് നിൽക്കുന്നു. ഒരാൾ ഇതാ ഇപ്പുറത്ത് വന്നിട്ട് ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാലേട്ടാ, ഇത് എപ്പോഴാണ് അങ്ങനെ ഒരു ഇത് തുടങ്ങിയത്? ഇത് 2000-ലാണ് വൃക്ഷം നടാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോഴാണ് കാട്ടുജീവികൾക്ക് ഭക്ഷണം വെള്ളം കൊടുക്കാൻ തുടങ്ങിയത്. കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ തകർത്തു കാരണം വന്യമൃഗങ്ങൾ ഭക്ഷണം വെള്ളം കിട്ടാൻ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ ഇനി കാട്ടിലൊന്നും നിൽക്കില്ല. കാരണം കാട്ടിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും. അതിന് ഒരു പരിധി വരെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണവും വെള്ളവും കാട്ടിൻ്റെ അടിവാരത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ടില്ലേ ബാലേട്ടൻ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി അവിടെ ഇട്ട് ഒരു വിളിച്ചുള്ളൂ. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരൊക്കെ ഓടി വരികയാണ് അല്ലേ? ബാലേട്ടന് ഇവരുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പേടിയൊന്നും തോന്നില്ലേ? ഇല്ല, ഒന്നും ചെയ്യില്ല. മനുഷ്യനെയാണ് പേടിക്കേണ്ടത്, മൃഗങ്ങളെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അവരൊന്നും നമ്മളെ ചെയ്യില്ല. മനുഷ്യന്റെ ഇടപെടലാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അത് ശരിയാണ്. കാരണം എന്താ പറഞ്ഞാലേ ബാലേട്ടൻ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു കാഴ്ച കാണിച്ചു തന്നു.
അതായത് ബാലേട്ടൻ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ കൂടുന്നത് എന്താണ്, നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളെ ഈ മൃഗങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം അല്ലേ? അതെ. അതൊന്ന് കണ്ടിട്ട് വരാം ആദ്യം. ഇത് കാട്ടുജീവികൾക്ക് ഇട്ടിട്ട ഭക്ഷണമാണ് ബാലേട്ടൻ ഇട്ട് കൊടുത്തത്. മറ്റേ കയ്യിലിരിക്കുന്ന അതും ഇത് പിന്നെ പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടി, കാട്ടുജീവികൾക്ക് നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ മനുഷ്യർ ഇട്ട് കൊടുക്കുന്ന വിഷം ഇട്ട് കൊടുക്കുന്നതാണ്. ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന ഒറ്റ ജീവിയുള്ളൂ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഇടപെടൽ കാര്യമാണ് ഈ വേസ്റ്റൊക്കെ മനുഷ്യൻ ഇട്ടതാണ് കാട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് നമ്മള് ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവരുന്നത് അല്ലേ? വളരെ പരിതാപകരം തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ ഈ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഇതുപോലെ ഓരോ കെട്ടുകളായിട്ട് ഇപ്പൊ എന്റെ പുറകിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് കണ്ടില്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് എവിടെയും കുറെ കെട്ടുകൾ കൊടുന്ന് കൂട്ടിയിട്ടുണ്ടല്ലേ? ഇവിടെയും കുറെ കെട്ടുണ്ട്. ഈ ഭാഗത്ത് പല ഭാഗത്തും ഇതേപോലെ കുറെ കെട്ടുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊന്നും ഇവർക്ക് വീട്ടിൽ സംസ്കരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. സംസ്കരിക്കില്ലല്ലോ. കാട് ഒരു കുപ്പത്തൊട്ടയാക്കി മാറ്റിയിരിക്കില്ല മനുഷ്യന്മാർ. പ്ലാസ്റ്റിക് ആണ് അല്ലേ? പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അപ്പൊ ബാലേട്ടാ, ഇത് ഇപ്പൊ കുറെ കാലമായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് എത്ര നേരം നമ്മൾ ഇതുപോലെ ഭക്ഷണം കൊടുത്തു കൊടുക്കും? കാട്ടുജീവികൾക്ക് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം. നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കിട്ടാറുണ്ട്. അതെ, കിട്ടാറുണ്ട്. അത് ഒരു നേരം കിട്ടിയില്ലെങ്കിൽ ചോറ് വെച്ചിട്ടെങ്കിൽ അവർ കൊടുക്കും. ചോറ് വെച്ചിട്ടാ? ചോറ് വെച്ച് കൊടുത്ത് അവരും പട്ടിണി കിടത്താറില്ല. അത് നമ്മൾ വീട്ടിൽ വെക്കുമല്ലോ? എങ്ങനെയത്? വീട്ടിൽ പിന്നെ കാറ്ററിംഗ് സർവീസുകാർ തരും. കല്യാണ അവസരത്തിൽ ബാക്കി വന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ അത് അവർ തരും, അതുകൊണ്ട് കൊടുക്കും. അല്ല, ഈ വീട്ടിൽ ചോറ് വെക്കെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ ചോറ് വെക്കുമ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഇല്ലല്ലോ, ഒരു പ്രശ്നമില്ല. അവര് കട്ടക്കാണ്. അതെ, അങ്ങനത്തെ ഒരു കട്ടക്കുള്ള ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ പോലുള്ള നല്ല മനസ്സുകൾ ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ഇതുണ്ടാവുന്നത്. ബാലേട്ടാ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്താ പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളെ കണ്ടെങ്കിലും എനിക്കൊരു സംശയം തോന്നിയിട്ടാണ് ഞാൻ വാഹനം ഒന്ന് കൈയാട്ടിയത്. പക്ഷേ ഇന്ന് എനിക്ക് ഇവരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വീഡിയോയിൽ, ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഇതുപോലെ നമ്മളെ കാട്ടിൽ, അതായത് നല്ല കൊടും വേനലാണ്, നല്ല ചൂടുള്ള സമയമാണ്, ഇവർക്കൊന്നും വെള്ളവും അതുപോലെ തന്നെ ആഹാരം കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം നമുക്കറിയാം നമ്മളെ നാട്ടിലേക്ക് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെ തടയാനും കൂടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് തോന്നുന്നു അല്ലേ? നമ്മളിതുപോലെ കാട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് കുറേയൊക്കെ ശമനം ഉണ്ടാവും. ബാലേട്ടൻ ഇത് ഒരു കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഭാഗത്തുള്ളവർക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങളില്ല. ബാലേട്ടന്റെ ശരിക്കും നാടുമാണിത് അല്ലേ? ആ കല്ലൂരാണ്, പാലക്കാട് കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ? കല്ലൂർ ബാല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ബാലേട്ടനെ അറിയണതും. നമ്മളെ ബാലേട്ട എന്നുള്ള സിനിമയ്ക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ബാലേട്ടൻ എന്ന വ്യക്തിയെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ആർക്കെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിച്ചെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഇതാക്കുക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാലേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. അപ്പോൾ നമ്മളെ ബാലേട്ടനെ പോലെ തന്നെ മറ്റൊരു വ്യത്യസ്തനായ വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.